ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എം തിങ്. നമ്മൾ ഇന്ന് പുതിയ ലെസൺ ചാപ്റ്റർ 4 ആണ് റിവിഷൻ ചെയ്യുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യങ്ങൾ, ഭാഗം 1, പാർട്ട് 1. ഡിഫറൻസ് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ് ബി 5 ആൻഡ് സം ഓഫ് ഇറ്റ് സ്ക്വയർ ബി 97. ഫൈൻഡ് ദ നമ്പേഴ്സ്. രണ്ട് എണ്ണൽ സംഖ്യകളുടെ വ്യത്യാസം 5ഉം അവയുടെ വർഗങ്ങളുടെ തുക 97 സംഖ്യകൾ ഏവ. അപ്പോൾ നമുക്ക് സംഖ്യകൾ എഴുതാം. എന്താണ് വ്യത്യാസം? 5 ആകുമ്പോൾ ഒരെണ്ണം എക്സ് എന്നും മറ്റേത് x+5 എന്നും എടുക്കാം. ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് x+5. ഡിഫറൻസ് ഓഫ് ടു നാച്ചുറൽ നമ്പേഴ്സ് ബി 5 ആൻഡ് സം ഓഫ് ഇറ്റ് സ്ക്വയേഴ്സ്, അതായത് സ്ക്വയറുകളുടെ സം ഈക്വൽസ് 97. ഇക്വേഷൻ മനസ്സിലായല്ലോ. എക്സ് സ്ക്വയർ പ്ലസ് x+5 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 97. ഇത് എക്സ്പാൻഡ് ചെയ്ത് എക്സ് സ്ക്വയർ പ്ലസ് a plus b whole square, a square plus 2ab, 5 into 2 in 5, 2 into 5 into x, 10x plus 5 square is 25 equal to 97. ഈ 25നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവാം. അപ്പം നമുക്ക് എത്ര കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ പ്ലസ് 10x ഓർ 97 ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇക്വേഷൻ ആക്കാം. പ്ലസ് 25 minus 97 equal to 0. 2x square plus 10x, 25 minus 97 എത്ര? 7 minus 5 is 2, 9 minus 2 is 7 equal to 0. നോക്കിക്കേ, 97 minus 25 minus 72. ഇനി നമുക്ക് രണ്ടാം കൃതി സമവാക്യമാണ് കിട്ടിയിരിക്കുന്നത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. നമുക്കിത് സോൾവ് ചെയ്യാം. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി, ആ ഫോർമുല ഉപയോഗിക്കാം. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോർമുലയാണ്. ഇതിലെ എ ബി സി എല്ലാം നമുക്കറിയാം. എ എത്ര? ഇത് എ, ഇത് ബി, ഇത് സി. അപ്പം മൈനസ് ബി, അതായത് എത്ര വരും? -10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 10 സ്ക്വയർ 100 മൈനസ് 4 ഇൻറ്റു എ ഈസ് 2 ഇൻറ്റു സി ഈസ് -72 by 2a whole by 2a, 2 into 2 equal to -10 plus or minus root of 100. ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ് മൈനസ് പ്ലസ് വരും അല്ലേ? 4 into 2 into -72, ദാറ്റ് ഈസ് മൈനസ് മൈനസ് പ്ലസ് 4 2 is 8, 72 into 8 എത്ര വരും? 8 2 6 57, 576 എന്ന് വരും ബൈ 4 ഈക്വൽസ് -10 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 676 ബൈ 4. അപ്പോൾ നമുക്കിനി അപ്പുറത്തോട്ട് മായ്ച്ച് എഴുതേണ്ടിയിരിക്കുന്നു. Equals x equals -10 plus or minus 676 ന്റെ റൂട്ട് 26, 26 by 4 പ്ലസ് ഓർ മൈനസ്. അപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും, പോസിറ്റീവ് വാല്യൂയും നെഗറ്റീവ് വാല്യൂയും. നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. -10 പ്ലസ് 26 by 4 ഓർ -10 minus 26 by 4. എത്ര കിട്ടും? -10 plus 26 is 16 അല്ലേ? 16 by 4 or
മൈനസ് 36/4. 16/4 എന്ന് പറയുമ്പോൾ എത്ര? 4 ഓർ മൈനസ് 9. നമുക്ക് ഈ 4 മതി അല്ലേ? നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ എക്സ് 4 ആണെങ്കിൽ എക്സ് പ്ലസ് 5 എത്രയായിരിക്കും? 4 + 5 9. Therefore numbers 4 and 9. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ്. ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കി വെച്ചിരുന്ന് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ഹൗ മെനി സൈഡ് ഡസ് എ പോളിഗൺ ഹാവ് if the number of diagonals is 90? അതായത് വികർണങ്ങളുടെ എണ്ണം 90 ആയാൽ ആ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ടായിരിക്കും? ഇവിടെ ഒക്കെ വികർണങ്ങളുടെ എണ്ണം കാണാനൊരു സൂത്രവാക്യമുണ്ട് അല്ലേ? n × n-3/2 അതെന്ന് പറയുന്നത് എത്ര? 90 അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. n × n-3 = 2 × 90 180. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് n² - 3n മൈനസ് ഈ 180 ഇപ്പുറത്ത് കൊണ്ടുവന്ന =0. n = -b ± √b² - 4ac/2a. ബിയുടെ സ്ഥാനത്ത് -3 മൈനസ് പ്ലസ് 3 ± √b² 9 മൈനസ് 4 × 1 × -180/2 × 1. ഓക്കെ, ഇപ്പുറത്തോട്ട് എഴുതാം. = 3 ± √9 + 720/2 equals 3 ± √729/2. 720 റൂട്ട് എത്ര? 27. 3 ± 27/2 equal to 3 + 27 that is 30/2. അങ്ങനെ തന്നെ എഴുതാം, ഇങ്ങനെ എഴുതാം. 3 + 27/2 or 3 - 27/2. ഇത് എത്ര വരും? 30/2 അല്ലേ? 30/2 or -24/2 എന്ന് കിട്ടും. 30/2 എത്ര? 15 ആണല്ലേ? അപ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ വേണ്ട. = 15 or -12. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? n = number of sides. n = 15. നമുക്ക് പോസിറ്റീവ് നമ്പർ മതി. നമുക്ക് n = 15. മൂന്നാമത്തെ ചോദ്യം. ഈസ് 490 the sum of first some consecutive terms of arithmetic sequence 6, 8, 10 ഈസ് 500? അതായത് 6, 8, 10 എന്ന സമാന്തര ശ്രേണിയിലെ ചില അടുത്തടുത്ത പദങ്ങളുടെ തുക 490 ആകുമോ? പിന്നെ രണ്ടാമത്തെ പാർട്ട് 500 ആകുമോ? ഇത് രണ്ടുമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമ്മുടെ സീക്വൻസ് 6, 8, 10 ഇതിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മാണ് ആകുമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. Sn = ഫസ്റ്റ് ടേം n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഈക്വൽസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാണ്? 6 പ്ലസ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് f + n - 1 ഇൻറ്റു d. ഇവിടെ ഇങ്ങനെ തന്നെ ആദ്യം എഴുതാം, x1 അല്ലെങ്കിൽ x1-ന് പകരം f എന്ന് തന്നെ കൊടുക്കാം, n - 1 ഇൻറ്റു d. ഇപ്പം എന്തായിട്ട് വരും? n/2 ഇൻറ്റു 2f പ്ലസ് n - 1 ഇൻറ്റു d. Sn എന്ന് പറയുന്നത് എന്താണ്? 490. 490 ഈക്വൽസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എത്രയാ? 6. 2 ഇൻറ്റു 6 പ്ലസ് n - 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര? 2. ഓപ്പൺ ദ ബ്രാക്കറ്റ്. 490 ഇൻറ്റു 2 എത്ര വരും? 490 ഇൻറ്റു 2 ഈക്വൽസ്
0, 8, 4 to 6, 980 equals n into 2 into 6, 12 plus open the bracket 2n minus 2. ഇവിടെ നമുക്ക് open the bracket 980 equals 12. ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. 12 minus 2 is 10. 10 plus 2n. Now open it. 2n into n, 2n square plus 2n square plus 10n. ഇവിടെ എത്ര? ഈ 980 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൈനസ് 980 ഈക്വൽ ടു 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിനെ ചെറുതാക്കിയേ, പുറത്തോട്ട് എഴുതാം. ഇപ്പം എന്ത് കിട്ടും? n സ്ക്വയർ പ്ലസ് 5n മൈനസ് 490 ഈക്വൽ ടു 0. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ചെയ്ത് നോക്കാം. n is equal to മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ 25 മൈനസ് 4 ഇൻറ്റു എത്ര? a1 മൈനസ് 490 by 2a, that is 2 into 1. n is equal to minus 5, കുറച്ചുകൂടെ അടുത്ത് എഴുതാം, minus 490 minus 5 plus or minus root of 25 എത്ര വരും? പ്ലസ് 1900 എത്ര വരും? 9 4 36, 6 4 4 1960 by 2. അപ്പോൾ എത്ര വരും? മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1985. ഇതിന് റൂട്ടുള്ള സംഖ്യയാണോ? അല്ല. അപ്പം എന്താണ്? 490 സം ആകില്ല. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് ആൻസർ ചെയ്യാം. 490 ഈസ് നോട്ട് എ സം. നമുക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്തത് 500 ആകുമോ എന്ന് ആവശ്യിക്കാം. അത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പുറത്തെ സൈഡ് മായിച്ച് നമുക്ക് മുന്നേ 500 ചെയ്ത് നോക്കാം. n സ്ക്വയർ പ്ലസ് 5n മൈനസ് 500. ഇൻസ്റ്റെഡ് ഓഫ് 490 you can write 500. n is equal to minus 5 plus or minus root of b square minus 4 into 1 into c is minus 500 by 2. Minus 5 plus or minus root of 25 minus minus plus 2000 ഇട്ടു അല്ലേ? by 5 equals minus 5 plus or minus root of 2025 by 2. 2025 റൂട്ട് എത്ര? 45 അല്ലേ? ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓർ മൈനസ് 45 by 2. അപ്പം എത്ര കിട്ടും? മൈനസ് 5 പ്ലസ് 45 by 2 മൈനസ് 5 മൈനസ് 45 by 2. അപ്പോൾ ഇതെന്താണ്? കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദി സീക്വൻസ് 500 ആകുമോ? അപ്പം ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഇത് ആകുമോ ഇല്ലയോ കണ്ടുപിടിക്കാൻ എന്നൊരു എന്താണ് പോസിറ്റീവ് നമ്പർ കിട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 40/2 20. ഇവിടെ എത്ര? മൈനസ് 50/2 മൈനസ് 25. അപ്പം 500 യെസ്. ആൻസർ ഈസ് യെസ്. 3 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ബാക്കി റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.